യൂട്യൂബ്, ഫേസ്ബുക്ക് അതേപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചില ക്ലാരിഫിക്കേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. നിങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഹോൾഡ് ചെയ്യുകയോ ചെയ്തിരുന്നാൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ 10 ലക്ഷം രൂപ വരെയും ഫൈൻ കൊടുക്കേണ്ടി വരുമെന്നുള്ള വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ അനുദിനം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളായിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളും അവർ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് അവർക്ക് ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റീസെൻ്റായിട്ട് ചില ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട്. അത് ബേസിക്കലി ടാക്സ് പേയേഴ്സിനെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡീലിങ്സ് ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ KYC ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് CRS, അതായത് കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഫാറ്റ്ക എന്ന് പറഞ്ഞാൽ ഫോറിൻ അക്കൗണ്ട് ടാക്സ് കംപ്ലയൻസ് ആക്ട് അനുസരിച്ചും ഒരു ഡിക്ലറേഷൻ സാധാരണയായിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇൻകം ടാക്സിൻ്റെ ആക്ട് അനുസരിച്ചിട്ട് നിങ്ങളൊരു റെസിഡൻറ്റോ അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ടുകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി ആകാം, അല്ലെങ്കിൽ ആനുവിറ്റി കോൺട്രാക്റ്റ് ആകാം. ഏതെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ ഓണർഷിപ്പോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ്, ലാൻഡ്, ബിൽഡിങ് ഇതേപോലെ ഉള്ള ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കസ്റ്റോഡിയൽ അക്കൗണ്ട്, ഇക്വിറ്റി മാർക്കറ്റിലോ അല്ലെങ്കിൽ ഡെറ്റ് മാർക്കറ്റിലോ ഉള്ള ഇൻട്രസ്റ്റ്, ഏതെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് ഫോം ചെയ്ത് അതിൽ നിങ്ങളൊരു ട്രസ്റ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിഷ്യറിയോ ആണെങ്കിൽ, നിങ്ങൾക്ക് വിദേശത്തുള്ള ഏതെങ്കിലും കമ്പനിയിൽ സൈനിങ് അതോറിറ്റി ഉണ്ടെങ്കിൽ, അത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൽ FA, ഫോറിൻ അസറ്റ് എന്ന് പറയുന്ന ഒരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂളിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അതുകൂടാതെ തന്നെ FSI, ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന മറ്റൊരു ഷെഡ്യൂളുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്ന ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ FA അല്ലെങ്കിൽ FSI എന്ന് പറയുന്ന ഷെഡ്യൂൾ ഫില്ല് ചെയ്യേണ്ടത്? ടാക്സിൻ്റെ ആക്ട് അനുസരിച്ചിട്ട് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ഈ കാറ്റഗറിയിൽ വരുന്ന ഇൻഡിവിജ്വൽസ് മാത്രം അവർ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇൻകം ടാക്സിൻ്റെ ആക്ട് അനുസരിച്ച് നിങ്ങൾ 182 ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ താമസിച്ച വ്യക്തിയായിരിക്കണം. അതുകൂടാതെ മറ്റൊരു കണ്ടീഷൻ പറയുന്നത് പ്രസൻസ് ഇൻ ഇന്ത്യ ഫോർ 60 days മോർ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ആൻഡ് 365 days ഓർ മോർ ഇൻ ദ പ്രിസീഡിങ് 4 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ഇതാണ് രണ്ട് ബേസിക് കണ്ടീഷൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് കൂടാതെ ചില കാര്യങ്ങളൂടി പറയുന്നുണ്ട്. ജനറലായിട്ട് ഈസി ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് 182 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ താമസിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ടാക്സ് സ്റ്റാറ്റസ് കാറ്റഗറിയിൽ വരികയും നിങ്ങൾ വിദേശത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും അസറ്റുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ ഇന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് മുഖാന്തരവും നിങ്ങൾക്ക് ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ച്, റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിന് അനുസൃതമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ AMFI രജിസ്റ്റേർഡ് ആയിട്ടുള്ള MFPയുടെ സഹായത്തോടു കൂടി സെലക്ട് ചെയ്യാവുന്നതാണ്.
ഇത് സാധാരണ വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഇന്ത്യൻ സിറ്റിസൺസിന് ഈ റൂള് ബാധകമല്ല. നിങ്ങൾ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ മറ്റ് കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുകയും നിങ്ങളുടെ ഫോറിൻ അസറ്റ്സ് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടും വരും. ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പ്രചരിക്കുന്നതിൻ്റെ ബേസിസിലാണ് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾ അല്ലെങ്കിൽ നോൺ റെസിഡൻസ് ഇതേപോലെയുള്ള ഫേക്ക് ന്യൂസുകൾ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്ന മിക്കവാറും എല്ലാ പ്രവാസികൾക്കും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും അതാത് രാജ്യങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാം, അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടാവാം, അവരവിടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർ നടത്തിയിട്ടുണ്ടാവാം, അവർക്കവിടെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ പാനിക്കാണ്ടതുമായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങളുടെ ടാക്സ് സ്റ്റാറ്റസ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു ടാക്സ് അഡ്വൈസ് അല്ല, ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക. ഇതൊരു ടാക്സ് അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.